നല്ല വരവാണല്ലോ. നേരം തെറ്റൊരു മഴ പെയ്യട്ടെ, നല്ലോണം പെയ്യണം. കാണക്കട്ടെ എന്നാണ്. എന്താ മഴയത്? ഒക്കെ നനഞ്ഞു. കല്ലായിക്കടവത്തെ സുന്ദരിച്ചാലും മുഴുവണ്ടല്ലോ. എവിടെയൊക്കെ ഇപ്പൊ പെരുമയത്ത് കല്യാണല്ലേ? അത് ശരി. ഇറങ്ങി വാടി. ഇതെന്താ ഇപ്പൊ റിപ്പയർ? മഴക്കാലം തുടങ്ങിയാ പിന്നെ ബാബുക്കാൻ ഓർമ്മ വരും. കാര്യം കൊല്ലം കുറെ ആയെങ്കിലും ആ പെരുമഴത്തെ മൂപ്പര് ഈ കോലായിലിരുന്ന് പാടിയതൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ മാധവ? ബാബുക്ക കയ്യച്ച പെട്ടിയല്ലത്. ഈ പാടിയാലും പെട്ടി വായിച്ചാലും എന്താണ്ട ഹിമാറ് നന്നാവാത്ത എന്ന് വെച്ചിട്ട് ഒരുപാട് നേട്ടം കിട്ടിയ തലല്ലത്. പിന്നെ അക്കൂർ വരാറായല്ലോ, ഓനോ ഇതിന്റെ ഒരു മൂടുകാരനല്ലേ. അല്ല അബ്ദോ, അക്ബറിന്റെ പൊരപ്പണി എന്തായി? നോമ്പിന് മുമ്പ് തീർക്കണമെന്നും പറഞ്ഞ് ഓൻ അവിടെ സൗദി അറേബ്യയിൽ സ്വൈരല്ല, എനിക്ക് എവിടെയും സ്വൈരല്ല. തറപ്പണി തീർന്ന് അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ കിടക്കാൻ പോരല്ലാഞ്ഞിട്ടാ ഒരു കുട്ടി ഉണ്ടായിട്ട് അതിന്റെ മൂന്ന് തീരെ കണ്ടിട്ടില്ല അക്ബർ. അതിനെ ഗർഭമുള്ള സമയത്ത് പോയതാണല്ലോ. പൊരപ്പണി തീർക്കാനുള്ള പൈസയും കൊണ്ട് വേഗത്തിൽ വരാന്നും പറഞ്ഞിരിക്ക. ഇതൊരു ഭാര്യ വീടല്ലേ, അതിന്റെ ഒരു മടിയുണ്ടാവും. ഭാര്യ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാൽ കോഴിക്കോട്ട് കാക്കാരന്മാര് തൊട്ടുള്ള ഒരു രീതിയാ. കല്യാണം കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിലൊരു അറ. അതിലെന്താ തെറ്റ് മാധവ? ഞമ്മളെ കാലല്ലോടോ, ചെക്കന്മാർക്ക് എന്തെങ്കിലും ഉണ്ടാവണമെന്ന് നിർബന്ധാണ്. പ്രത്യേകിച്ചും അക്ബർ ആളൊരു അഭിമാനിയാ. അത് നേരാ. ഒരാളൊരു കാലിച്ചായ ഓൻ കുടിക്കൂല. 5 പൈസ ഓൻ്റെ കയ്യിൽ നിന്ന് വെറുതെ പോകൂല്ല. പിന്നെ റെസ്റ്റ് ഓനെ തന്നെ കെട്ടണമെന്നും പറഞ്ഞ ഇവിടെ ബദറുണ്ടാക്കിയപ്പോഴേ ഇന്റെ കൂട്ടക്കാരെന്നെതിര് പറഞ്ഞല്ലേ, സ്വത്തില്ല മുതലില്ല നമ്മളത്രയും കൂടി എത്തൂലെന്നൊക്കെ. എനിക്ക് ഓന്റെ സ്വഭാവം ഇഷ്ടമായി. പിന്നെ ഓന് തമ്മിലുള്ള ഇഷ്ടം മോഹബത്ത് നെഞ്ഞു കുടിക്കാനുള്ള അടങ്ങാറ് ഞമ്മക്ക് അറിഞ്ഞൂടെ മാധവ. മഴ പോയി, പേടിയും തീർന്നു. ഈ വളപ്പില് മൈലാഞ്ചി ഇല്ലല്ലോ പെണ്ണുങ്ങളെ. മൈലാഞ്ചിത്താനെ വിളിക്കാനാ. മൈലാഞ്ചിത്താന്നോ? എന്റെ മോക്ക് നല്ല 1ാം നമ്പർ പേരുണ്ട് കേട്ടോ, റസിയാന്ന്. റസിയ, ഇതാ ഒരു വനിതാ കമ്മീഷൻ മുറ്റത്ത്.
എന്തേ മുംതാസേ? നല്ല ആളാ, അവിടെ കല്യാണപ്പുരയിൽ ഇങ്ങളെ കാത്ത് നിക്ക. അല്ലാ മറന്ന്. ഉപ്പ മെഹർബാന്റെ മൈലാഞ്ചി കല്യാണം. എന്നാ ഒരുക്കോ, എനിക്കും കാരക്കത്തോടിയിലൊന്ന് കാരണം. മക്കൾസേ റസിയത്തെ ഇപ്പൊ വരാട്ടോ. മീനാക്ഷി ചേച്ചി എന്തേ ഇന്നും ഉണ്ടൊരു മൈലാഞ്ചി കല്യാണം കാരക്കത്തൊടിയില്. വരുമ്പോ 10:30 മോളെ കരയിക്കണ്ട് നോയിക്കോളി. ഇങ്ങനെ പോയിക്കോളി, ഓ എന്നെ കിട്ടിയാ മതി. ഉമ്മച്ചി വെക്കം വരാട്ടോ. ഓ ആ എന്നാ പിന്നെ വനിതാ കമ്മീഷൻ കേറി കുത്തിരിക്കി. റസിയാത്ത മൈലാഞ്ചി ഇട്ടെന്നാ എന്തൊരു ശേലാന്നോ. നമ്മക്കെല്ലാവർക്കും ഇട്ടരാൻ പറയണട്ടോ. റസിയാത്ത ഒരുങ്ങിയത് മതിന്നേ. അല്ലെങ്കിലും ഇങ്ങള് നല്ല സുന്ദരിച്ചാണെന്ന്. ആണോ അക്ബറെ? കുട്ടികൾ പറഞ്ഞ നേരാ? എന്താന്ന് വെച്ചാ നേരത്തെ കടവത്ത് മീൻ പിടിക്കുന്നിടത്ത് നിന്നതാ. നല്ല മീൻ കിട്ടിയ വാങ്ങിട്ട് പോവാലോ. നിങ്ങളെ പെണ്ണുങ്ങളും കുട്ടികളും ഒന്നും ഈ വഴിക്ക് വരണേ ഇല്ലല്ലോ നജീബിക്ക. അനക്ക് മോളെ എടുത്തൊന്ന് അങ്ങോട്ടും വരികയൊക്കെ ചെയ്യാലോ. വേനല് പോണ പോക്കല്ലേ ഈ മൈലാഞ്ചി കല്യാണം ഒഴിഞ്ഞിട്ട് നോക്കി നേരം വേണ്ടേ? നിങ്ങള് പുരയിലേക്ക് വരണില്ലേ? ഇജ്ജ് നടന്നു റസിയ വരാ. ഞാൻ മാമാനെ കാണാൻ വന്നതാ. ഒരു കാര്യണ്ട്. സൗദിന്ന് കുറച്ചേരത്തെ എന്റെ മരമില്ലേക്ക് ഒരു ഫോൺ. അക്ബറിന്റെ ഒരു ചങ്ങായിയാ, എന്തോ ഒരു ജോണോ. ആ ജോണ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താ ഏതാന്ന് കൃത്യമായിട്ട് ഇങ്ങോട്ട് പറയണില്ല. അക്ബറിന് അവിടെ എന്തോ ഒരു അപകടം. യാ റബ്ബുൽ-ആലമീൻ, എന്താ ഓന് പറ്റിയത്? എന്താ എനിക്ക് കിട്ടിയ വിവരം? അത് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. എന്തായാലും റസീപ്പ് അറിയണ്ട. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മോളെ. നജീബിക്കാക്ക് സുലൈമാനി എടുക്കട്ടെ? വേണ്ട മോളെ, അക്ബർ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. പൊരപ്പണിക്ക് മരം ചോദിച്ചോ നിങ്ങളോട്? ഏയ്, കമ്പനിയിൽ എന്തോ പ്രശ്നങ്ങള്, ചിലപ്പോ വരവൊന്നും നീളുന്നു. എനിക്ക് കേക്കണ്ട. കമ്പനിയും പൊരപ്പണിയും 1 മാസം കൂടി പറഞ്ഞിട്ട് ദിവസം എണ്ണ ഇവിടെ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? കോഴിക്കോട് നക്ബണ്ടന്മാരുടെ കസിന നജീബ്. ആ ഇന്നലെ ഇങ്ങോട്ട് വിളിച്ചിരുന്നില്ലേ? ആ അത് തന്നെ, ജോണല്ലേ സംസാരിക്കണേ. ഇപ്പൊ എന്താ അക്ബറിന്റെ സ്ഥിതി? ഇവിടെ ഞമ്മളെല്ലാരും ബേജാറില്ല. കൊണ്ടുപോയിന്നോ? എങ്ങിട്ട്? എന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയ? ഇല്ലേ? ശരി, എന്തെങ്കിലും വിവരം കിട്ടിയ വിളിച്ച് പറയണം. ഇല്ല, ഭാര്യനെ അറിയിച്ചിട്ടില്ല എപ്പോഴും. ശരി ശരി. എന്താ നജീബ്? കേട്ടത് നേരെ തന്നെയാണ് മാമ. റബ്ബേ.